ഒരിടത്തും കിട്ടാത്ത വേതനവും തൊഴിൽ സാഹചര്യങ്ങളും സ്വപ്നം കണ്ടാണ് ഓരോ അതിഥി തൊഴിലാളികളും കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായും ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരുടെ പ്രവാസം കേരളത്തിലാണെന്ന് തന്നെ പറയാം. തങ്ങളെ പോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ആഗ്രഹിക്കുന്നവരാണ് ഇവരിലേറെയും. തൊഴിലിനായി കേരളത്തിലേക്ക് ചേക്കേറുന്നതിനൊപ്പം ഇവരിൽ ചിലർ തന്റെ കുടുംബത്തെയും കേരളത്തിലേക്ക് പറിച്ചു നടാറുണ്ട്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, സൗഹൃദപരമായ അന്തരീക്ഷം എന്നിവയൊക്കെ തങ്ങളുടെ മക്കൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് ഇവർ കൂട്ടമായി തന്നെ കേരളത്തിലേക്ക് പലായനം ചെയ്യുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച സാഹചര്യങ്ങൾ കിട്ടാതെ വരുന്നവരുമുണ്ട്. അടുത്തിടെ അതിഥി തൊഴിലാളികൾക്ക് താമസിക്കാൻ പട്ടിക്കൂട് പോലും വാടകയ്ക്ക് നൽകിയ ഒരു സംഭവവും നമ്മൾ കണ്ടതാണ്. എന്നാൽ ജോലി തേടിയെത്തുന്ന സാധാരണ തൊഴിലാളികളല്ലാതെ ചില ബോൺ ക്രിമിനലുകളും ഇക്കൂട്ടത്തിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. എത്രയൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിലെ ക്രിമിനലുകൾ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത്തരം ഒരു സംഭവം തന്നെയാണ് ആലുവയിലും അരങ്ങേറിയത്. ജൂലൈ 28 കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ആലുവയിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം അരങ്ങേറുന്നത്. അത് വെറുമൊരു കൊലപാതകം മാത്രമായിരുന്നില്ല. തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം, കൊലപാതകം എന്നിങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് അന്നൊരു നാട് സാക്ഷ്യം വഹിച്ചു. ആലുവയിലെ 6 വയസ്സുകാരിക്ക് അന്ന് അനുഭവിക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂര പീഡനമാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ പെൺകുട്ടിയെ 2023 ജൂലൈ 28 ഉച്ച കഴിഞ്ഞ് 3:30 കാണാതാകുന്നത്. എറണാകുളം ആലുവയിലെ ചൂർണിക്കര വില്ലേജിലുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഈ കെട്ടിടത്തിലായിരുന്നു ഈ പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത്. കുട്ടിയെ കാണാതായതിനു പിന്നാലെ കുടുംബം കുട്ടിയെ അന്വേഷിച്ചിറങ്ങുകയും കണ്ടെത്താത്തതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കാണാതായെന്ന് പരാതി ലഭിച്ച സമയത്ത് തന്നെ കുട്ടി ഒരാളോടൊപ്പം നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സമീപത്ത് നിന്ന് തന്നെ ലഭിച്ചു. കുട്ടി താമസിച്ചിരുന്ന കെട്ടിടത്തിന് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന അസ്വാഖ് ആലം എന്ന അസം സ്വദേശിക്കൊപ്പമാണ് കുട്ടി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ആലുവയിലെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും കുട്ടി ഇയാളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്ന് രാത്രി 10:45 ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിന് ഇയാളെ കിട്ടുമ്പോൾ തന്നെ മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ആദ്യമൊന്നും ചോദ്യങ്ങളോട് സഹകരിക്കാൻ മദ്യലഹരിയിലായിരുന്ന അസ്വാഖ് തയ്യാറായില്ല. പിന്നീട് മദ്യലഹരി വിട്ടുമാറിയ ഇയാൾ സക്കീർ എന്നയാൾക്ക് കുട്ടിയെ കൈമാറിയെന്ന് ആദ്യം മൊഴി നൽകി. എന്നാൽ പിന്നീട് ഇയാൾ കുറ്റസമ്മതം നടത്തി. കൂടാതെ ആലുവ മാർക്കറ്റിനുള്ളിൽ ഒരു കുട്ടിയുമായി ഇയാളെ കണ്ടെന്നും മാർക്കറ്റിനുള്ളിലെ തൊഴിലാളികൾ പറഞ്ഞു. ഇയാൾക്കൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടു. ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ മകൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ തിരക്കിയില്ല. മാർക്കറ്റിലെ ജീവനക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ ഏകദേശം ഉച്ചയോടെ ആലുവ മാർക്കറ്റിനുള്ളിൽ പെരിയാർ നദിയുടെ തീരത്തായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഒരു ചാക്കിനുള്ളിൽ കെട്ടിയ നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. കുട്ടിയുടെ പിതാവ് തന്നെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അസ്വാഖ് ആലം എന്ന കുറ്റവാളി തന്റെ കൊടും ക്രൂരത വെളിപ്പെടുത്തി. കുട്ടിക്ക് തന്നെ പരിചയമുണ്ടായിരുന്നു. താൻ വിളിച്ചപ്പോൾ തന്നോടൊപ്പം കുട്ടി വന്നു. വൈകിട്ട് 5:30 കുട്ടിയുമായി ആലുവ മാർക്കറ്റിലെത്തിയ പ്രതി ആളൊഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുവന്ന് കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശേഷം വസ്ത്രം ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. അതിലും തൃപ്തി വരാത്ത ഇയാൾ ഒരു കല്ലുപയോഗിച്ച് കുട്ടിയുടെ മുഖത്തിടിക്കുകയും മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. മരണം ഉറപ്പായ ശേഷം പ്ലാസ്റ്റിക് കവറുകളും ചാക്കും ഉപയോഗിച്ച് മൃതദേഹം മൂടിയിട്ടു. സംഭവത്തിലാകെ 41 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസാണ് ആലുവയിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം. പരാതി ലഭിച്ച് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറ്റം തെളിയിക്കാനും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു. വെറും 30 ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അതിവേഗത്തിൽ പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഒക്ടോബർ 4 ആരംഭിച്ച വിചാരണ 26 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്.
2023 നവംബർ 4 പുറപ്പെടുവിച്ച വിധിയിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കൽ നിയമമായ പോക്സോ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരം പ്രതി അസ്ഫാഖ് ആലം 16 കേസുകളിൽ കുറ്റക്കാരനാണെന്ന് ജഡ്ജി കണ്ടെത്തി. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങി 16 കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. 2023 നവംബർ 4 പുറപ്പെടുവിച്ച വിധിയിൽ പ്രതി അസ്ഫാഖ് ആലത്തിന് മേൽ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞു. എറണാകുളം പോക്സോ കോടതി 2023 നവംബർ 14 കേസിന്റെ വിധി പ്രസ്താവിച്ചു. പ്രതിയായ അസ്ഫാഖ് ആലമിന് ജഡ്ജി കെ സോമൻ വധശിക്ഷ വിധിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരാൾക്ക് വധശിക്ഷ വിധിച്ചതുകൊണ്ട് ഇതിനൊരു അവസാനവുമാവുകയില്ല. ആയിരക്കണക്കിന് ആളുകളുടെ ലൈംഗിക വൈകൃതങ്ങൾക്കിരയായി കൊല്ലപ്പെടുന്ന നിരവധി കുഞ്ഞുങ്ങളുടെ മുഖം നമുക്ക് മുന്നിലുണ്ട്. ഇനിയെങ്കിലും ഇതിനൊരു അന്ത്യമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ.